ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ അവസ്ഥ ഏകദേശം ഈ മീമ് പോലെയായിരുന്നു. ഒന്നുമേ പുരിയലടാ, തലയിൽ കുറച്ച് കളികളെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോ അതും കൂടി അങ്ങ് പറന്നുപോയി. കാര്യം ഡേവിഡ് ഫിഞ്ചറിന്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം ആണെങ്കിൽ പോലും ഇതിലെ ക്ലൈമാക്സ് കണ്ടിട്ട് 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. ക്രിസ്റ്റഫർ നോളന്റെയും ഡേവിഡ് ഫിഞ്ചറിന്റെയും സിനിമകൾക്ക് ഒരേ ഒരു പ്രത്യേകതയുള്ളൂ, അത് കഥ മനസ്സിലാക്കാൻ സമയമെടുക്കും എന്നതാണ്. അതിപ്പോ ഇവരുടെ ഏത് സിനിമ എടുത്ത് നോക്കിയാലും അതങ്ങനെ തന്നെ. ഉദാഹരണത്തിന് ഇപ്പൊ ഡേവിഡ് ഫിഞ്ചറിന്റെ സിനിമ എടുത്ത് നോക്കിയാൽ 7, ഫൈറ്റ് ക്ലബ്ബ്, ദ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കണം. ഇതുപോലെ പുള്ളിയുടെ മറ്റൊരു കിളിവർത്ത സിനിമയാണ് ഗോൺ ഗേൾ, പോയ പെണ്ണ്. കഥ എന്ന് പറയുമ്പോൾ നമ്മുടെ നായകൻ നിക് ഡൺ ഒരു സൗന്ദര്യമുള്ള പെൺകുട്ടിയെ പാർട്ടിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. സ്വാഭാവികമായിട്ടും അവളോട് ഒരു പ്രേമമുണ്ടാകും. എമി എന്ന പേരുള്ള നമ്മുടെ നായിക എഴുത്തുകാരിയായിരുന്നു, ഒരു റൈറ്റർ എന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ, അങ്ങനെയുള്ള ആൾക്കാർ ബുക്കുകളൊക്കെ വായിച്ച് അവരുടേതായ ലോകത്തായിരിക്കും മിക്കവാറും സമയങ്ങളിൽ. ഇവളും അതുപോലെയൊക്കെ തന്നെയാണ്. വെറും ഇൻഫാച്വേഷന്റെ പുറത്തായിരുന്നു നിക്ക് ഇവളെ കയറി മുട്ടിയത്. അങ്ങനെ അവൻ പ്രപ്പോസ് ചെയ്ത് കല്യാണം കഴിച്ചു. നമ്മുടെ നായകന് പറയത്തക്ക വലിയ പണിയൊന്നുമില്ല, അവള് പ്രശസ്തയായതുകൊണ്ടും പണമുള്ളത് കൊണ്ടുമാണ് ഇവൻ കയറി പ്രേമിച്ചത്. ഇനി എമിയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞ പുള്ളിക്കാരി റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. റിസർവ്ഡ് എന്ന് പറയുമ്പോൾ അധികം ആരോടും മിണ്ടാതെ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ്. ഭൂരിഭാഗം സമയവും പുസ്തകം എഴുതാനും അതിന്റെ കഥയെക്കുറിച്ചുമൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭർത്താവിനോട് സ്നേഹമായിട്ട് സംസാരിക്കണമെന്നും ഇവക്ക് സമയം കിട്ടി എന്ന് വരില്ല. എന്ന് വെച്ച് സ്നേഹമില്ല എന്നല്ല, സ്നേഹമൊക്കെ ഉള്ളിലൊതുക്കി പുറമേ അതൊന്നും കാണിക്കാത്ത വ്യക്തിയാണ് എമി. പക്ഷെ അവന്റെ കാര്യം പറയണമെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവളെ മടുത്തു തുടങ്ങിയിരുന്നു. ഇങ്ങനെ ഒരു ബോർ ലൈഫ് ജീവിച്ചു കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ എമിയെ കാണാതായി. ദുരൂഹമായിട്ടൊന്നുമില്ല, ഒരു ദിവസം പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എല്ലായിടത്തും അന്വേഷിച്ചെങ്കിലും കണ്ടു കിട്ടിയില്ല. പ്രശസ്തയായ എഴുത്തുകാരി ആയതുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണം ഉണ്ടായി. നിക്കിനെ പേഴ്സണലായിട്ട് ചോദ്യം ചെയ്യാനും കൊണ്ടുപോയിരുന്നു. പോലീസുകാർ അവളെ കുറിച്ച് പേഴ്സണലായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പോലും നിക്കിന് അറിഞ്ഞുകൂടായിരുന്നു. താൻ അവളുടെ ഭർത്താവ് തന്നെയാണോ എന്ന് പോലീസുകാർ സംശയം ചോദിച്ചു. അവള് അവളുടേതായ ലോകത്തിരിക്കുമ്പോൾ നിക്കിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഇതൊന്നും അറിഞ്ഞുകൂടാത്തതിന്. അവൾ അധികം സംസാരിക്കാത്ത ഒരാളായിരുന്നു. കയ്യിൽ എപ്പോഴും ഒരു ബുക്ക് ഉണ്ടാകും എന്നൊക്കെ നിക്ക് പറഞ്ഞിരുന്നു. അതിനുശേഷം അവരുടെ വീട്ടിൽ തറവായ ഒരു സെർച്ച് ഉണ്ടായിരുന്നു. പക്ഷേ സംശയാസ്പദമായി ഒന്നും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. വീടിനോട് ചേർന്നുള്ള എമിയുടെ ഓഫീസിലേക്ക് ചെന്നപ്പോൾ അവിടുന്ന് ഒരു ചുവന്ന ജട്ടി മാത്രമാണ് അവർക്ക് കിട്ടിയത്. ആ ജട്ടിയുടെ പിറകിൽ ഒരു രഹസ്യമുണ്ട്. എന്താന്ന് വെച്ചാൽ നിക്കിന് ജോലിയും കൂലി ഇല്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവന് നേരത്തെ ഒരു ജോലി ഉണ്ടായിരുന്നു, പിള്ളേരെ പഠിപ്പിക്കുന്നതായിരുന്നു ആ ജോലി. അപ്പോൾ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുമായിട്ട് നിക്ക് സീക്രട്ട് റിലേഷൻഷിപ്പിൽ ആയിരുന്നു. എമിയുടെ ഈ സ്വഭാവമൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചതെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ കാര്യം അവന്റെ സഹോദരി അറിഞ്ഞ് അവിടെ വലിയ വിഷയമുണ്ടായി. ആ രഹസ്യം മറച്ചു വെച്ച് അവൻ പത്രസമ്മേളനം വിളിച്ചു കൂട്ടി എമിയുടെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി. അപ്പോഴത്തേക്കും നീ അവളെ എന്തു ചെയ്തു എന്നൊക്കെ ചോദിച്ച് ഒരു ഗർഭിണി മുമ്പിലേക്ക് വന്നു ആ ആൾക്കൂട്ടത്തിൽ നിന്ന്. അവളെ പേടിച്ച് നിക്ക് ഓടുകയാണ്. നേരെ വീട്ടിലേക്കാണ് പോയത്. പുറകെ പോലീസുകാരും ഉണ്ടായിരുന്നു. നിന്റെ ഭാര്യ ഗർഭിണിയായ കാര്യം പോലും നിനക്കറിയില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവള് ആ കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. കുറച്ചു കാലത്തേക്ക് കുട്ടികളൊന്നും വേണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി നിക്ക് കൂട്ടിച്ചേർത്തു. ആ ഒരു പ്രശ്നത്തിന് ശേഷം നിക്ക് ഒരു വില്ലനായി മാറിയിരുന്നു എല്ലാവരുടെയും മുമ്പിൽ. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. വാർത്തയിലെ മുഴുവൻ നിക്കിന്റെ വില്ലനിസം കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ആണ്. വീടിന് ചുറ്റും പ്രതിഷേധവും കല്ലെറിയലും. ഇതൊക്കെ കണ്ടുകൊണ്ട് എമി വേറെ ഏതൊരു സ്ഥലത്ത് നിന്ന് ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവള് വെറും എഴുത്തുകാരി മാത്രമല്ല, ഒരു സൈക്കോ കൂടിയാണ്. എമി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിക്കിനെ ഈ കുഴിയിൽ ചടിച്ചത്. എല്ലാം അവളുടെ പ്ലാൻ ആയിരുന്നു. കഥയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ സഹോദരി അറിയുന്നതിന് മുമ്പ് തന്നെ നിക്കിന്റെ രഹസ്യബന്ധം എമി കണ്ടുപിടിച്ചിരുന്നു. അങ്ങനെ അവനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി അവൾ തീരുമാനിക്കുന്നു. പെട്ടിയും കിടക്കയും എടുത്തുകൊണ്ട് ആരോടും പറയാതെ നാട് വിട്ടു. ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയി. ഇവിടെ അവൾ മിസ്സായെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് കേസൊക്കെ ആവുമെന്ന് അവൾക്കറിയാം. ഇതെല്ലാം അവൾ 3-4 മാസം കൊണ്ട് പ്ലാൻ ചെയ്തതാണ്. അതിനു വേണ്ടിയാണ് വീട്ടിന്റെ അടുത്തുള്ള ഗർഭിണിയോട് ബന്ധം സ്ഥാപിച്ചത്. താൻ ഗർഭിണിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ആ ഗർഭിണിയുടെ യൂറിൻ ശേഖരിച്ച് വീട്ടിൽ വെച്ചത്. എല്ലാവരും അവളുടെ പ്ലാനിൽ വീണു. നിങ്ങളുടെ ഹീറോ ഇപ്പൊ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എമി നേരെ പോയത് അവളുടെ പഴയ എക്സ്കാമോന്റെ അടുത്തേക്കായിരുന്നു. ചെന്ന ഉടനെ അവൻ എമിയെ സ്വീകരിച്ചു, തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ വീട് ഒരു ബംഗ്ലാവായിരുന്നു. ചുറ്റിലും ക്യാമറകൾ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവൾ തന്റെ തനി സ്വരൂപം പുറത്തേക്കെടുക്കാൻ തുടങ്ങി. അവനുമായിട്ട് കൂടുതൽ അടുത്തു. എമിയുടെ ആ സൗന്ദര്യം കൊണ്ട് അവനെ മയക്കി ഒരു പരുവമാക്കി. പിറ്റേ ദിവസം രാവിലെ ഇവൻ ജോലിക്ക് പോയ സമയത്ത് ഇവൾ തന്റെ കയ്യിൽ സ്വയം മുറിവേൽപ്പിച്ചു. പിന്നെ ഒരു പെണ്ണും ചെയ്യാത്ത പ്രവൃത്തികളൊക്കെ കാണിച്ച് നേരെ ആ ക്യാമറയുടെ മുമ്പിൽ പോയി കരച്ചിൽ അഭിനയിച്ചു. എന്നിട്ട് രാത്രി വരെ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. തിരിച്ച് അവൻ വന്നതിനു ശേഷം അവനെ ആകർഷണാക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് മുമ്പിൽ പോയി നിന്നു. അവൻ തന്റെ ഡ്രസ്സ് സ്വയം ഊരാൻ നോക്കിയപ്പോൾ ഡ്രസ്സ് ഞാൻ ഊരിത്തരാമെന്നും പറഞ്ഞ് അവനെ നേരെ റൂമിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവൾ അവനുമായി സെക്സിൽ ഏർപ്പെട്ടു. കുറച്ച് കഴിഞ്ഞ് അവളുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവനെ കഴുത്തറുത്ത് കൊന്നു. ദേഹം മൊത്തം ചോരയായിട്ട് അവൾ നേരെ നിക്കിന്റെ അടുത്തേക്ക് പോയി. എമി തിരിച്ചു വന്നതോടെ നിക്കിന്റെ വില്ലനിസത്തിനൊരു അന്ത്യമുണ്ടായി. തന്റെ പഴയ കാമുകൻ റേപ്പ് ചെയ്തു എന്ന സ്റ്റോറിയാണ് എമി അവിടെ പോയി പറഞ്ഞത്. കയ്യിലുണ്ടായ മുറിവും ക്യാമറയിലുള്ള വീഡിയോസും ഒക്കെ അതിന് തെളിവായിട്ട് കാണിച്ചു. അങ്ങനെ ലാസ്റ്റ് എല്ലാം ശാന്തമായി. കപ്പിൾസുകൾക്ക് ഒരു മാതൃകയെ നിക്കും എമിയും മാറി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എമി തന്റെ വയറ്റിൽ കുട്ടികളുടെ കാര്യം നിക്കിനോട് പറയുന്നു. പക്ഷെ അത് അവന്റെ കുട്ടിയല്ല. രഹസ്യബന്ധമുണ്ടാക്കിയ ഭർത്താവിന് കൊടുക്കാൻ പറ്റിയ ശിക്ഷയാണ് അവൾ കൊടുത്തത്. പക്ഷെ ഇത്രയും സൈക്കോപരമായ രീതിയിൽ വേണ്ടായിരുന്നു.